എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്: രക്ഷാകർതൃത്വം അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആര്, എപ്പോൾ, എങ്ങനെ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയുന്ന ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956-നെക്കുറിച്ച് നമുക്ക് വളരെ ലളിതമായൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രായമാകാത്ത ഒരു കുട്ടിയുടെ കാര്യം, അവരുടെ ഭാവിയെപ്പറ്റി, അവരുടെ സ്വത്തുക്കളെപ്പറ്റിയൊക്കെ ആര് തീരുമാനമെടുക്കും? നിയമം ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഈ നിയമങ്ങൾ ഒരു കുട്ടിയുടെ സംരക്ഷണവും സ്വത്തും ഉറപ്പാക്കുന്നതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഏതൊരു നിയമത്തെക്കുറിച്ചും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിലെ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ആദ്യം അറിയണം. ആരാണൊരു മൈനർ, പിന്നെ ആരാണൊരു ഗാർഡിയൻ? നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. നിയമപ്രകാരം 18 വയസ്സ് തികയാത്ത ആരും ഒരു മൈനറാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. ചില പ്രത്യേക കേസുകളിൽ, അതായത് കോടതി ഒരാളെ ഗാർഡിയനായി നിയമിക്കുകയാണെങ്കിൽ ഈ പ്രായപരിധി 21 വയസ്സ് വരെ ആകാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോ ആരാണ് ഈ പറയുന്ന ഗാർഡിയൻ അഥവാ രക്ഷാകർത്താവ്? അത് കുട്ടിയെ വെറുതെ നോക്കി നടത്തുന്ന ഒരാളല്ല കേട്ടോ. ആ കുട്ടിയുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സംരക്ഷണം, അതോടൊപ്പം അവരുടെ സ്വത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നോക്കി നടത്തുന്ന ആളാണ് ഒരു ഗാർഡിയൻ. ഇതൊരു വലിയ ഉത്തരവാദിത്തം തന്നെയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും സാധാരണയായി കാണുന്നൊരു തരം ഗാർഡിയൻഷിപ്പിലേക്ക് വരാം. അതാണ് നാച്ചുറൽ ഗാർഡിയൻസ് അഥവാ സ്വാഭാവിക രക്ഷാകർത്താക്കൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിയമം ആർക്കാണ് ഈ പദവി ആദ്യം നൽകുന്നതെന്ന് നോക്കാം. ഒരു നിയമപരമായ ബന്ധത്തിലുള്ള കുട്ടിയുടെ കാര്യത്തിൽ നിയമം ഒരു ഓർഡർ തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തെ നാച്ചുറൽ ഗാർഡിയൻ അച്ഛനാണ്. അച്ഛന് ശേഷം അമ്മ. ഇവിടെ അതിനുശേഷമെന്ന് പറയുന്നതിന് വലിയൊരു അർത്ഥമുണ്ട് കേട്ടോ. പണ്ട് അച്ഛൻ മരിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് ഈ അവകാശം കിട്ടൂ എന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോടതി തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്ത അവസ്ഥയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭാവത്തിലും അമ്മയ്ക്ക് രക്ഷാകർത്താവാകാം. പക്ഷെ ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ നിയമം അച്ഛന് മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിലും 5 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിന്റെ കസ്റ്റഡി സാധാരണയായി അമ്മയ്ക്കായിരിക്കും. കാരണം വളരെ വ്യക്തമാണ്, അല്ലേ? ആ ഒരു പ്രായത്തിൽ ഒരു കുഞ്ഞിന് അമ്മയുടെ സ്നേഹവും പരിചരണവും അത്രയധികം ആവശ്യമാണ്. നിയമം അത് മനസ്സിലാക്കുന്നു. ഇനി എല്ലാ കേസുകളും ഒരുപോലെ അല്ലല്ലോ, അല്ലേ? അപ്പോ മറ്റു ചില സാഹചര്യങ്ങളിൽ ആരാണ് ഗാർഡിയൻ എന്ന് നോക്കാം. വിവാഹബന്ധത്തിന് പുറത്തു ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ അവിടെ അമ്മയ്ക്കാണ് ആദ്യ പരിഗണന. അതിനുശേഷമാണ് അച്ഛൻ വരുന്നത്. ഇനി പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ അവളുടെ ഭർത്താവായിരിക്കും ഗാർഡിയൻ. അതുപോലെ ഒരു കുട്ടിയെ ദത്തെടുത്താൽ ദത്തെടുത്ത അച്ഛനായിരിക്കും ആദ്യത്തെ ഗാർഡിയൻ, അതിനുശേഷം ദത്തെടുത്ത അമ്മയെ. പക്ഷേ ഒരാൾക്ക് നാച്ചുറൽ ഗാർഡിയനായി തുടരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, ഒരാള് ഹിന്ദുമതം ഉപേക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകം ഉപേക്ഷിച്ചൊരു സന്യാസിയായി മാറുകയാണെങ്കിൽ അവർക്ക് പിന്നെ നിയമപരമായ ഒരു ഗാർഡിയന്റെ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. ഓക്കേ, നാച്ചുറൽ ഗാർഡിയൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അതായത് വിൽപത്രത്തിലൂടെ നിയമിക്കുന്ന രക്ഷാകർത്താക്കൾ. നിയമത്തിന്റെ ഭാഷയിൽ ഇതിനെ ടെസ്റ്റമെന്ററി ഗാർഡിയൻ എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയുള്ളൂ: ഒരച്ഛനോ അമ്മയോ അവരുടെ കാലശേഷം തങ്ങളുടെ കുട്ടിയെ നോക്കാൻ വേണ്ടി വിൽപത്രത്തിൽ ഒരാളുടെ പേരെഴുതി വെക്കുന്നു. ആ വ്യക്തിയാണ് ടെസ്റ്റമെന്ററി ഗാർഡിയൻ. ഇത് നിയമപരമായി തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ആർക്കൊക്കെയാണ് ഇങ്ങനെ ഒരാളെ നിയമിക്കാൻ പറ്റുന്നത്? ഒരച്ഛന് തന്റെ കുട്ടികൾക്കായി ഒരു ഗാർഡിയനെ വിൽപത്രത്തിൽ നിയമിക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. അച്ഛൻ മരിക്കുമ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അച്ഛൻ നിയമിച്ച ആൾക്ക് ഉടനെ ഗാർഡിയനാകാൻ പറ്റില്ല. അമ്മയും കൂടി മരിച്ചതിനു ശേഷമേ അത് നടക്കൂ. അതുപോലെ ഒരമ്മയ്ക്കും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയും ഇങ്ങനൊരാളെ നിയമിക്കാം, പ്രത്യേകിച്ചും അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യത്തിൽ. പിന്നെ വിവാഹബന്ധത്തിന് പുറത്ത് ജനിച്ച കുട്ടികളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് പൂർണ്ണമായും ഈ അധികാരം ഉപയോഗിക്കാം. ശരി, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ഒരു ഗാർഡിയന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അതിലും പ്രധാനമായി അവരുടെ പരിമിതികൾ എന്തൊക്കെയാണ്? കാരണം ഈ അധികാരങ്ങൾ അൺലിമിറ്റഡ് ഒന്നുമല്ല. നിയമം കൃത്യമായ അതിരുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ വ്യത്യാസം കൃത്യമായി കാണാം. ഒരു വശത്ത് കുട്ടിയുടെ നല്ല ഭാവിക്കും സ്വത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി ന്യായമായ ഏത് കാര്യവും ചെയ്യാനുള്ള അധികാരം ഗാർഡിയനുണ്ട്. എന്നാൽ മറുവശത്ത് വളരെ കർശനമായ നിയന്ത്രണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടിയുടെ ഭൂമി പോലുള്ള സ്ഥാവര വസ്തുക്കളുടെ കാര്യത്തിൽ.
കോടതിയുടെ അനുമതിയില്ലാതെ കുട്ടിയുടെ സ്വത്ത് വിൽക്കാനോ പണയപ്പെടുത്താനോ അല്ലെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ പാട്ടത്തിന് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഇത് കുട്ടിയുടെ സ്വത്ത് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി മെഷറാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഗാർഡിയൻ ഈ നിയമം തെറ്റിച്ച് കോടതിയുടെ അനുമതിയില്ലാതെ കുട്ടിയുടെ സ്വത്ത് വിറ്റാൽ എന്ത് സംഭവിക്കും? ആ ഇടപാട് അപ്പോൾ തന്നെ അസാധുവാകില്ല. നിയമം പറയുന്നത് അത് വോയിഡബിൾ ആണ്, അതായത് റദ്ദാക്കാവുന്നത്. ഇതിന്റെ അർത്ഥം ആ കുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോൾ ഈ ഇടപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനും അത് റദ്ദാക്കാനുമുള്ള അവകാശമുണ്ട്. ഇതൊരു വലിയ പവറാണ് ആ കുട്ടിയുടെ കയ്യിൽ നിയമം വെച്ചുകൊടുക്കുന്നത്. ഇനി ഈ നിയമത്തിലെ എല്ലാ വകുപ്പുകളെയും എല്ലാ തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഗോൾഡൻ റൂളുണ്ട്. രക്ഷാകർതൃത്വ നിയമത്തിന്റെ ആത്മാവെന്ന് തന്നെ നമുക്ക് ഇതിനെ വിളിക്കാം. ഇതാണ് ആ നിയമത്തിന്റെ കാതൽ. സെക്ഷൻ 13-1 വളരെ വ്യക്തമായി പറയുന്നു, പ്രായപൂർത്തിയാകാത്തയാളുടെ ക്ഷേമത്തിനായിരിക്കണം പരമമായ പരിഗണന. അതായത് കുട്ടിയുടെ വെൽഫെയർ ആണ് ഏറ്റവും പ്രധാനം, ബാക്കിയെല്ലാം അതിനു താഴെ വരൂ. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു കേസ് കോടതിയുടെ മുന്നിൽ വരുമ്പോൾ കോടതി നോക്കുന്നത് അച്ഛന്റെ അവകാശമോ അമ്മയുടെ അവകാശമോ അല്ല. പകരം ആരുടെ കൂടെ ജീവിക്കുന്നതാണ് ആ കുട്ടിക്ക് ഏറ്റവും നല്ലത്, ആരുടെ കൂടെയാണ് ആ കുട്ടി ഏറ്റവും സന്തോഷമായി സുരക്ഷിതമായി വളരുക എന്നതാണ്. കുട്ടിയുടെ ഭാവിയാണ് എന്തിനേക്കാളും വലുത്. അപ്പൊ നമ്മള് ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയാലോ? പ്രധാനമായും പലതരം ഗാർഡിയൻസ് ഉണ്ട്. കുടുംബബന്ധം വഴി വരുന്ന സ്വാഭാവിക രക്ഷാകർത്താക്കൾ, വിൽപ്പത്രത്തിലൂടെ വരുന്ന ടെസ്റ്റമെന്ററി ഗാർഡിയൻസ്, പിന്നെ കോടതി നിയമിക്കുന്നവർ. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർത്തിരിക്കണം, ഡി ഫാക്ടോ ഗാർഡിയൻസ്, അതായത് നിയമപരമായ അധികാരമില്ലാതെ കുട്ടിയെ നോക്കുന്നവർക്ക് കുട്ടിയുടെ സ്വത്തിന്മേൽ യാതൊരു അധികാരവുമില്ലെന്നും നിയമം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഈയൊരു ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒരു വശത്ത് മാതാപിതാക്കൾക്ക് നിയമം നൽകുന്ന അവകാശങ്ങൾ, മറുവശത്ത് ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല ഭാവി. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ നിയമം എങ്ങനെയാണൊരു ബാലൻസ് കണ്ടെത്തുന്നത്? ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴായിരിക്കും ഈ നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുക.